ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ദി ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ. ഇപ്പോൾ നമ്മൾ ഇത്രയും നാളുകളിലായിട്ട്, അതായത് നമ്മളുടെ സ്കൂൾ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ പഠിച്ച ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്, അവിടെയൊക്കെ നമ്മൾ പഠിച്ച മെക്കാനിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മെക്കാനിക്കൽ സിസ്റ്റംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത്. ഇനി നമ്മൾ മെക്കാനിക്സിലെ തന്നെ മറ്റൊരു പുതിയ ബ്രാഞ്ചാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇതിലെ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് എന്താണ് മെക്കാനിക്സ് എന്നുള്ളതാണ്. We know that mechanics deals with the physical objects in rest and in motion under the influence of external and internal forces. അതായത് ഒരേ സമയം മെക്കാനിക്സ് 2 തരത്തിലുള്ള ഫിസിക്കൽ സിസ്റ്റംസിനെ ഡീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് റസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെയും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ 2 തരത്തിലുള്ള ഫോഴ്സുകൾക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് സിസ്റ്റത്തിന് പുറത്തു നിന്ന് ഉള്ള ഫോഴ്സ്. മറ്റൊന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകൾ. അപ്പോൾ അങ്ങനെ റസ്റ്റിലിരിക്കുന്ന ഓബ്ജക്റ്റുകളെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് സ്റ്റാറ്റിക്സ്. അതേസമയം മൂവ് ചെയ്യുന്ന സിസ്റ്റംസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സിൻ്റെ തന്നെ 2 പാർട്ടാണ്, സ്റ്റാറ്റിക്സും അതുപോലെ തന്നെ ഡൈനാമിക്സും. നൗ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡൈനാമിക്കൽ സിസ്റ്റമാണ്. അതായത് മൂവ് ചെയ്യുന്ന സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള സ്റ്റഡിയെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ദ സ്റ്റഡി ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം. ഓക്കെ, സോ ദി സ്റ്റഡി ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം ഇൻവോൾവ്സ് 2 steps. First one is the mathematical formulation of the problem, and second one is the solving the equations of motion. ഓക്കെ, അപ്പോൾ ഒരു ഡൈനാമിക്കൽ സിസ്റ്റം, ഒരു മൂവ് ചെയ്യുന്ന സിസ്റ്റം, അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ ഉള്ള 2 സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമുക്കൊരു ഫിസിക്സ് പ്രോബ്ലം നമുക്ക് തരുന്നു, ഒരു ഫിസിക്കൽ പ്രോബ്ലം നമുക്ക് തരുന്നു. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സോൾവ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് to solve a dynamical system is to represent the system as a mathematical equation. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതിനെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ എഴുതിയിരിക്കുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ നടത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്ന രീതി ആദ്യമായി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തയാൾ ഐസക് ന്യൂട്ടനാണ്. കാരണം ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇനി the mechanics based on the Newton's laws of motion is called Newtonian mechanics or vectorial mechanics. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും നാൾ പഠിച്ച മെക്കാനിക്സിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച മെക്കാനിക്സിനെ നമുക്ക് പൊതുവെ ജനറലായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഓർ വെക്ടോറിയൽ മെക്കാനിക്സ്. ഓക്കെ, ഇത് ന്യൂട്ടനാണ് മെക്കാനിക്സിൻ്റെ അടിസ്ഥാനം ഇട്ടത് എന്നതുകൊണ്ട് നമ്മളതിനെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളതിനെ വെക്ടോറിയൽ മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസും തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എടുത്തു കഴിഞ്ഞാൽ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമ്മളെങ്ങനെ എഴുതുന്ന, ഒന്ന് F=dp/dt എന്ന് എഴുതാം, അല്ലെങ്കിൽ F=ma എന്ന് എഴുതാം. സോ ഇവിടെയൊക്കെ എന്താണ്, ഈ ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷൻ തുടങ്ങിയ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷനൊക്കെ എന്ത് ക്വാണ്ടിറ്റീസാണ്? ദേ ആർ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെക്കാനിക്സിനെ നമ്മൾ വിളിക്കുന്നത് വെക്ടോറിയൽ മെക്കാനിക്സ് എന്നുകൂടി വിളിക്കും. ഓക്കെ, നൗ ഇനി
നമ്മൾ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലാതെ മറ്റ് ഒരു മെക്കാനിക്സിനെ പറ്റി, അല്ലെങ്കിൽ ഈ വെക്ടോറിയൽ മെക്കാനിക്സ് അല്ലാതെ മറ്റൊരു മെക്കാനിക്സിനെ പറ്റി എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒന്ന് പറഞ്ഞു, ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻവോൾവ്സ് വെക്ടർ ക്വാണ്ടിറ്റീസ് ലൈക്ക് ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷൻ എക്സെട്ര. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഹോൾഡ്സ് ഗുഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കോമൺ സിറ്റുവേഷൻ. സാധാരണ നമുക്ക് തരുന്ന എല്ലാ ഫിസിക്കൽ പ്രോബ്ലങ്ങളിലും തന്നെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ദി ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് ലോസ് ബിക്കം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ വെൻ വി ഡീൽ വിത്ത് കോംപ്ലക്സ് പ്രോബ്ലം വിച്ച് ഇൻവോൾവ്സ് അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സസ്. ഓക്കെ, സോ നമുക്ക് കുറേ അധികം പാർട്ടിക്കിൾസ് ഉള്ള, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള ഒരു സിസ്റ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് കിട്ടുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിൽ എന്തുണ്ടാവും? നമുക്കറിയത്തില്ലാത്ത അൺനോൺ ആയിട്ടുള്ള പല ഇൻറ്റേർണൽ ഫോഴ്സസും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഫോഴ്സുകളെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് നോളജ് ആ പ്രോബ്ലത്തെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു 100 പാർട്ടിക്കിളുകളുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ 100 പാർട്ടിക്കിളുകളുള്ള ഒരു സിസ്റ്റമാണ് എടുക്കുന്നതെങ്കിൽ ഇതിലുള്ള ഓരോ പാർട്ടിക്കിളുകളും തമ്മിൽ പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളുകളാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു പാർട്ടിക്കിളിനെ ഞാൻ എടുത്താൽ ആ ഒരു പാർട്ടിക്കിൾ മറ്റുള്ള 99 പാർട്ടിക്കിളുകളുമായും എന്ത് ചെയ്യുന്നുണ്ടാവും? ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഇൻ്ററാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ഇൻറ്റേർണൽ ഫോഴ്സുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകളെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺസ് ഇക്വേഷൻസിൽ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷനൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സുകൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി വെക്റ്റർ ക്വാണ്ടിറ്റീസ്, ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷനൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇൻറ്റേർണൽ ഫോഴ്സുകൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് വരും. ഡിഫിക്കൽട്ടാണ് എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻറ്റേർണൽ ഫോഴ്സുകൾ കൂടുതലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് മെക്കാനിക്സ് ആണ് അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഓർ വെക്ടോറിയൽ മെക്കാനിക്സ് ആണ്. രണ്ടാമത്തേത് ഇപ്പോൾ പറയുന്നത് അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. സോ ദിസ് അനലിറ്റിക്കൽ മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് പറയുന്നത് ഡിയാലംബർട്ട്, ലഗ്രാഞ്ച്, ഹാമിൽട്ടൺ. ഓക്കെ, സോ തുടങ്ങിയ സയൻറ്റിസ്റ്റുമാരാണ് ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന് രൂപം കൊടുക്കുന്നത്. ഇനി ഈ അനലിറ്റിക്കൽ മെക്കാനിക്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നെ, അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ്ഡ് ആർ സ്കെയിലാർസ്. എക്സാമ്പിൾ എനർജി, വർക്ക്. ഓക്കെ, എനർജി, വർക്ക് തുടങ്ങിയ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടോറിയൽ മെക്കാനിക്സ് ആണെങ്കിൽ അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണ്. ഓക്കെ, സോ അനലിറ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ച് ആണ് എന്നുള്ളതാണ്. ഓക്കെ, വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ച്. നൗ സോ ഇവിടെ പറയുന്നതാണ് ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ്ഡ് ആർ സ്കെയിലാർസ്, example energy work, and the dynamical relations are obtained by the process of differentiation. In this formalism, the system is considered as a whole and the calculation of forces on an individual part of the system can be avoided. അതായത് നമ്മൾ പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ആയിട്ട് ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ്റെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇൻറ്റേർണൽ ഫോഴ്സുകൾ, ഒരു സിസ്റ്റത്തിലുള്ള മുഴുവൻ ഇൻറ്റേർണൽ ഫോഴ്സുകളെ പറ്റിയും അറിയാമെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തെ കൃത്യമായി നമുക്ക് ന്യൂട്ടോണിയൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം അനലിറ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുമ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്ക്, എനർജി തുടങ്ങിയ ടേമുകളാണ്.
അതുകൊണ്ട് തന്നെ സിസ്റ്റത്തെ നമുക്ക് മൊത്തമായിട്ട് കണ്ടുകൊണ്ട് സിസ്റ്റത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ഇൻറ്റേർണൽ ഫോഴ്സുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സിസ്റ്റത്തിനെ പറ്റിയുള്ള മുഴുവൻ ഇൻറ്റേർണൽ ഫോഴ്സുകളെ പറ്റിയിട്ടുള്ളൊരു കംപ്ലീറ്റ് നോളജ് ഇല്ലാതെ തന്നെ ആ സിസ്റ്റത്തെ ആസ് സച്ച് മൊത്തമായി കണ്ടുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മളിവിടെ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത്, അതായത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അനലിറ്റിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് ടേമുകളാണ് ഇനി പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് കോൺഫിഗറേഷൻ സ്പേസ്. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എന്താണ് കോൺഫിഗറേഷൻ സ്പേസ്? അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്. ആ 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. എന്ന് വെച്ചാൽ 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് XYZ ആക്സിസ് കൺസിഡർ ചെയ്യുക, ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ആ പാർട്ടിക്കിളിന് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിലും അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം എന്ന് വിചാരിക്കുക. സോ എ പാർട്ടിക്കിൾ ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ് ക്യാൻ മൂവ് ഐദർ ഇൻ എക്സ് ഡയറക്ഷൻ ഓർ ഇൻ വൈ ഡയറക്ഷൻ ഓർ ഇൻ ഇസഡ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ആ പാർട്ടിക്കിളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണെന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, എക്സിൽ മൂവ് ചെയ്യാം, വൈയിൽ മൂവ് ചെയ്യാം, ഇസഡിൽ മൂവ് ചെയ്യാം. സോ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് സെഡ് ടു ബി 3. ഇനി നമ്മൾ XYZ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്, അതിന് പകരം നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ XYZന് പകരം നമ്മൾ r, θ, φ എന്നെടുക്കും. സോ അഗെയിൻ ദിസ് പാർട്ടിക്കിൾ ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ r ചേഞ്ച് ചെയ്യാം, θ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ φ ചേഞ്ച് ചെയ്യാം. സോ എ പാർട്ടിക്കിൾ, ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, കൺസിഡർ a particle moving in a 3-dimensional space. We require a set of 3 coordinates to describe its motion. In Cartesian coordinate we represent as x, y, z, and in spherical polar coordinates r, θ, phi. So here the particle is free to move along any one direction x, y, z or independently with change only in one coordinate. That is the particle possess 3 degrees of freedom. ഓക്കെ, എന്തുകൊണ്ടാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നതെന്ന് പറഞ്ഞു. അതായത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റുകൾ വേണം. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ XYZ ആണ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലാണെങ്കിൽ അത് r, θ, phi ആണ്. ഓക്കെ, സോ പാർട്ടിക്കിളിന് 3 ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ അതിന് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണെന്ന് പറയും. സോ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഇതാണ്: ദ മിനിമം നമ്പർ ഓഫ് independent variables or coordinates sufficient in number necessary to specify the configuration of a dynamical system is called the degrees of freedom. അതായത് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആവശ്യമായിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുക. അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ എനിക്ക് ആ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 കോർഡിനേറ്റുകൾ ആവശ്യമായിട്ട് വരും. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എക്സ്, വൈ, ഇസഡ് ആണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അത് r, θ, φ ആണ്. സോ the minimum number of independent variables or coordinates sufficient in number necessary to specify the configuration of a dynamical system is called the number of degrees of freedom, or is called the degrees of freedom of a system. Okay, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 3 ആണ്. ഇനി ഇതേ സമയം നമ്മളിവിടെ 2 പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ 2 പാർട്ടിക്കിൾ ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ 2 പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ടിക്കിളിനെ സ്പെസിഫൈ ചെയ്യാൻ ഞാൻ x1, y1, z1 എന്നും രണ്ടാമത്തെ പാർട്ടിക്കിളിനെ സ്പെസിഫൈ ചെയ്യാൻ x2, y2, z2. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും? 3 + 3 6 കോർഡിനേറ്റ്സ് വരും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 3 + 3 6 കോർഡിനേറ്റ്സ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ കൺസിഡറിങ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ,
ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇഫ് ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾസ് മൂവിങ് ഫ്രീലി ഇൻ സ്പേസ്, ഈച്ച് ഓഫ് ദം റിക്വയർസ് എ സെറ്റ് ഓഫ് 3 കോർഡിനേറ്റ്സ് x1, y1, z1 ആൻഡ് x2, y2, z2 വിച്ച് ദെൻ കോൺസ്റ്റിറ്റ്യൂട്ട് 6 degrees ഓഫ് ഫ്രീഡം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 പാർട്ടിക്കിളുകളാണ് നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓരോന്നിനും 3 കോർഡിനേറ്റുകൾ വീതമുണ്ട്. സോ ടോട്ടൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു പാർട്ടിക്കിളാണ് 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞു. 2 പാർട്ടിക്കിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആണെന്ന് പറഞ്ഞു. 3 പാർട്ടിക്കിൾ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 9 ആണെന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ രീതി. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് ആൻ n പാർട്ടിക്കിൾ, ഓക്കെ, an n particle in a 3 dimensional space, an n particle system in a 3 dimensional space ആണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ജനറൽ for a system of n independent particles moving freely in a 3 dimensional space, we require a set of 3n independent coordinates. എങ്ങനെയാണ്? x1, y1, z1, x2, y2, z2, x3, y3, z3, etc. xn, yn, zn. സോ ഇത് ടോട്ടൽ എത്രയാണ് ഉണ്ടാവും? ഇറ്റ് ഹാസ് 3n degrees of freedom. സോ ഓർക്കുക, an n particle system in a 3 dimensional space possess 3n degrees of freedom. ഓക്കെ, നൗ അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? കോൺഫിഗറേഷൻ സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ, ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ n പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ആർ കൺസിഡറിങ് n പാർട്ടിക്കിൾസ് ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ്, ഇറ്റ് ഹാസ് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി n പാർട്ടിക്കിളുകൾ 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഒരു 3n ഡയമെൻഷണൽ സ്പേസ് എടുക്കുകയാണ്. ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം ഞാനൊരു 3n ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യുന്നു. ആ 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഞാൻ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3n ആയിരിക്കും. കാരണം അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡയമെൻഷൻ, സ്പേസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നു, സ്പേസ് ഡയമെൻഷൻ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ 3 ഡയമെൻഷൻ സ്പേസിൽ n പാർട്ടിക്കിൾസ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 3n ആണ്. അതിന് പകരം ഞാനിവിടെ 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോഴും ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3n. കാരണം ഈ കാൽക്കുലേഷൻ എന്താണ്? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ 3 ഇൻറ്റു n 3n, ഇവിടെ 3n ഇൻറ്റു 1 3n. ഓക്കെ, സോ 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിളുകളെ കൺസിഡർ ചെയ്യുന്നതിന് പകരം എനിക്ക് 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ദി കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് മൂവിങ് ഫ്രീലി ഇൻ സ്പേസ്, ഇതാണ് പറഞ്ഞത്, n particles moving freely in space may be represented more conveniently by the position of a system point in a 3n dimensional space called the configuration space. അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നതിന് പകരം 3n ഡയമെൻഷണൽ സ്പേസിൽ അതിനെ ഒരു സിംഗിൾ പോയിൻ്റായിട്ട് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ ആ പോയിൻറ്റിനെ നമ്മൾ സിസ്റ്റം പോയിൻ്റ് എന്നും അത്തരത്തിലുള്ള 3n ഡയമെൻഷണൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ് എന്നും. ഓക്കെ, സോ ദ കോൺഫിഗറേഷൻ സ്പേസ് ഈസ് 3 ഡയമെൻഷണൽ ഫോർ എ 1 പാർട്ടിക്കിൾ സിസ്റ്റം. നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതേസമയം 2 പാർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൺഫിഗറേഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണ്? കോൺഫിഗറേഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3n ആണെന്ന് പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആണെങ്കിൽ 3 × 1 3 വരും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 ആണെങ്കിൽ കോൺഫിഗറേഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ 3 × 2 6 വരും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ 3 ആണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ 3 × 3 9 വരും. ഓക്കെ, സോ 6 dimensional for a 2 particle system, 9 dimensional for a 3 particle system, and so on. Okay, so for a system of n particles in a 3-dimensional space, the configuration is 3n dimensional. Okay, for a system of n particles in a 3-dimensional space, configuration space is 3n dimensional. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിവിടെ അനലിറ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി മെക്കാനിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ്. നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്കറിയാമെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക. അതായത് അതിനെ നമ്മൾ ദ ടൈം എവല്യൂഷൻ ഓഫ് എ സിസ്റ്റം എന്ന് വിളിക്കും. സോ സിസ്റ്റത്തിന് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ബേസിക്കലി മെക്കാനിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ഒരു 3-dimensional സ്പേസിൽ n പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നതിലും എളുപ്പം അതിനെ ഒരു 3n dimensional സ്പേസിലുള്ള ഒരു സിംഗിൾ പോയിൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായത് കോൺഫിഗറേഷൻ സ്പേസിലെ സിസ്റ്റം പോയിൻ്റായിട്ട് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ 3n dimensional സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംഗിൾ പോയിൻ്റ് ടൈമിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ട്രജക്ടറി എന്ന് വെച്ചാൽ ആ പോയിൻ്റ് മൂവ് ചെയ്യുന്ന പാത്ത്. ഓക്കെ, സോ 3n dimensional സ്പേസിലുള്ള ആ സിസ്റ്റം പോയിൻറ്റിൻ്റെ ട്രജക്ടറി നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് ആ സിസ്റ്റം എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് കോൺഫിഗറേഷൻ സ്പേസ് എന്നുള്ളത്, അതുപോലെ തന്നെ സിസ്റ്റം പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണ്. അതിന് നമ്മൾ ബേസിക്കലി അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്നാണ് വിളിക്കുക. അതേസമയം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു വെക്ടോറിയൽ മെക്കാനിക്സ് ആയിരുന്നു. കാരണം അതിൽ യൂസ് ചെയ്തിരുന്ന ക്വാണ്ടിറ്റീസ് ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷൻ തുടങ്ങിയ ടേംസ് ആണ്. അതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അതേസമയം അനലിറ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്ക്, എനർജി തുടങ്ങിയ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി എപ്പോഴാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് പകരം ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ കുറേയധികം അൺനോൺ ആയിട്ടുള്ള, നമുക്കറിയത്തില്ലാത്ത കുറേ ഇൻറ്റേർണൽ ഫോഴ്സുകളുണ്ടാവും. അത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകൾ വരുന്ന അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സുകൾ വരുന്ന സിസ്റ്റത്തെ ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എളുപ്പം ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ് കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ്. കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ എ മോഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ റെസ്ട്രിക്റ്റഡ് മാനർ ഈസ് കോൾഡ് കൺസ്ട്രെയിൻഡ് മോഷൻ. For example, the motion of beads of an abacus is constrained to one dimension by the supporting wire. Abacus നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ അബാക്കസിൽ കൂടി മൂവ് ചെയ്യുന്ന ബീഡ്, മുത്തുകൾ, ഒരു മുത്ത് ഒരു അബാക്കസിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ മുത്തിന് എന്തേ പറ്റൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഇപ്പം എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. വൈയിലോ ഇസഡിലോ അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ അബാക്കസിലുള്ള ബീഡ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കൺസ്ട്രെയിൻഡ് മോഷനാണ്. കാരണം അതിന് 2 ഡയറക്ഷനിലുള്ള മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 ഡയറക്ഷൻ, അതായത് വൈയിലേക്കും ഇസഡിലേക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ മോഷനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ക്യാൻ മൂവ് ഓൺലി ഇൻ എക്സ് ഡയറക്ഷൻ. സോ സച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് എ കൺസ്ട്രെയിൻഡ് മോഷൻ. നമ്മൾ ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു 2 സ്റ്റാൻഡുകളുണ്ട്. അതിൻ്റെ നടുക്ക് നമ്മളൊരു നൂല് കൊണ്ട് വലിച്ചു കെട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടി സപ്പോസ് ഒരു ആൻഡ് മൂവ് ചെയ്യുകയെന്ന് വിചാരിക്കും. ആൻഡ് മൂവ് ചെയ്യും. അപ്പോൾ ഈ ആൻഡിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. കാരണം ഇതിന് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഇതിന് വൈയിലേക്കോ
അതുപോലെ തന്നെ ഇസഡിലേക്കോ ഇതിന് മോഷൻ ഇല്ല. ഇറ്റ് ക്യാൻ മൂവ് ഓൺലി ഇൻ എക്സ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഫോർ എ കൺസ്ട്രെയിൻഡ് മോഷൻ. ഒരു ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നു. ഗ്യാസ് സിലിണ്ടറിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഷനും എന്താണ്? ആ സിലിണ്ടറിനുള്ളിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് മോഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് റെസ്ട്രിക്റ്റഡ് മോഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുക. Okay, now the force arises when the object under constrained motion is in contact with a constraining surface or curve is called constrained forces. So the force which arises when the object under constrained motion is in contact with constraining surface is called constrained force. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സർഫസാണ് ഇതിൻ്റെ കൺസ്ട്രെയിൻസിന് കാരണമാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിന് റെയിലിൽ കൂടി മൂവ് ചെയ്യുന്നു. റെയിൽ പാളത്തിൽ കൂടി ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനിനെ സംബന്ധിച്ച് ട്രെയിൻ എന്തേ പറ്റത്തുള്ളൂ? ഈ റെയിൽ പാളത്തിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് മോഷനാണ്. അപ്പോൾ ഈ ട്രെയിന് കോണ്ടാക്റ്റിൽ വരുന്ന കൺസ്ട്രെയിനിങ് സർഫസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ റെയിലുകളാണ്. റെയിൽസാണ് കൺസ്ട്രെയിനിങ് സർഫസ്. അപ്പോൾ ഈ ട്രെയിന് ഈ പറഞ്ഞ കൺസ്ട്രെയിനിങ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഫോഴ്സുകളെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് വിളിക്കാം. സോ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ഫോഴ്സസ് വിച്ച് എറൈസ് വെൻ ദ ഒബ്ജക്റ്റ് അണ്ടർ കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് കൺസ്ട്രെയിനിങ് സർഫസ് ഓർ കർവ്. അപ്പം ഫോർ ട്രെയിനിൻ്റെ കേസിൽ വന്നാൽ ട്രെയിനാണ് ഒബ്ജക്റ്റ് അണ്ടർ കൺസ്ട്രെയിൻഡ് മോഷൻ, കൺസ്ട്രെയിനിങ് സർഫസ് എന്ന് പറയുന്ന റെയിലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കോണ്ടാക്റ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. നൗ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സിന് ചില എക്സാമ്പിൾസാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, in case of a rigid body the interparticle distances are fixed, then the constraint equations can be mathematically represented as. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ രണ്ട് പാർട്ടിക്കിളുകൾ എടുക്കുന്നു. അപ്പോൾ സപ്പോസ് ഇത് ith പാർട്ടിക്കിൾ, ഇത് jth പാർട്ടിക്കിൾ. അപ്പോൾ ഇത് നമ്മളൊരു റിജിഡ് ബോഡിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്താണ് റിജിഡ് ബോഡി? റിജിഡ് ബോഡിയുടെ പ്രത്യേകത നമുക്കറിയാം. ഇൻ എ റിജിഡ് ബോഡി ദി ഇൻ്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസസ് ആർ ഫിക്സഡ് എന്ന് വെച്ചാൽ ഇവിടെ ഐയും ജെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സപ്പോസ് ഞാനതിനെ RIJ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ RIJ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള കൺസ്ട്രെയിൻ ആണ് ഈ പാർട്ടിക്കിളിനെ സംബന്ധിച്ച്. ഈ രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിൽ, ഈ രണ്ട് പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് പാർട്ടിക്കിളുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് ഈ പറഞ്ഞ RIJ ആയിരിക്കണം. അപ്പോൾ ആ രണ്ട് പാർട്ടിക്കിളുകളുടെ മോഷനിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കൺസ്ട്രെയിൻ ആണത്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ആണത്. എന്താണ്? ഈ രണ്ട് പാർട്ടിക്കിളുകൾ എങ്ങനെ മൂവ് ചെയ്താലും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ ആണ്. ഈ സിസ്റ്റത്തെ, ഈ റിജിഡ് ബോഡിയെ സംബന്ധിച്ചുള്ള ഒരു കൺസ്ട്രെയിൻ ആണത്. അപ്പോൾ ആ കൺസ്ട്രെയിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ മോഡുലസ് ഓഫ് RIJ സ്ക്വയർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് RI മൈനസ് RJ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് RI മൈനസ് RJ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കും. ആ കോർഡിനേറ്റ് സിസ്റ്റം ഒറിജിനെ വെച്ചിട്ട് I എന്ന് പറയുന്ന പാർട്ടിക്കിൾ മേക്ക് ചെയ്യുന്ന വെക്റ്ററാണ് നമ്മൾ RI, പൊസിഷൻ വെക്റ്റർ. J എന്ന് പറയുന്ന പാർട്ടിക്കിൾ മേക്ക് ചെയ്യുന്ന പൊസിഷൻ വെക്റ്ററാണ് RJ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ith പാർട്ടിക്കിളും jth പാർട്ടിക്കിളും തമ്മിലുള്ള സെപ്പറേഷനെയാണ് നമ്മൾ RI മൈനസ് RJ ഹോൾ സ്ക്വയർ എന്ന് പറയുക. ദാറ്റ് ഈസ് ദിസ് വിൽ ബി ഇതെന്താണ്? XI മൈനസ് XJ ഹോൾ സ്ക്വയർ പ്ലസ് YI മൈനസ് YJ ഹോൾ സ്ക്വയർ പ്ലസ് ZI മൈനസ് ZJ ഹോൾ സ്ക്വയർ. അതായത് കാര്യത്തിലേ ഉള്ളൂ, ഒരു പാർട്ടിക്കിൾ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് XI YI ZI ആണ്. മറ്റൊരു പാർട്ടിക്കിൾ XJ YJ ZJ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് XJ മൈനസ് XI ഹോൾ സ്ക്വയർ പ്ലസ് YJ മൈനസ് YI ഹോൾ സ്ക്വയർ പ്ലസ് ZJ മൈനസ് ZI ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് RIJ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും. സോ ബേസിക്കലി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നൗ സെക്കൻഡ് വൺ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്
the equations of constraints of a simple pendulum with its motion confined in xz plane. അതായത് ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ എടുക്കുന്നു. സിമ്പിൾ പെൻഡുലം നമുക്കറിയാം, സിമ്പിൾ പെൻഡുലത്തെ നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതെപ്പോഴും ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, സപ്പോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിമ്പിൾ പെൻഡുലം XZ പ്ലെയിനിലാണ് മൂവ് ചെയ്ത് നിൽക്കുക. നോക്കിയേ, ഈ ആക്സിസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലം മൂവ് ചെയ്യുന്ന ഒരു XZ ആക്സിസിലാണ്. അപ്പോൾ XZ ആക്സിസിൽ മൂവ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിച്ച് നമുക്കറിയാം അതിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും, y വിൽ ബി 0. അപ്പോൾ ഇതൊരു കൺസ്ട്രെയിൻ ആണ്. ആ സിമ്പിൾ പെൻഡുലത്തിന് ഒരു പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. y ഡയറക്ഷനിൽ അതിന് മോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്താൽ അത് ഈ പറഞ്ഞ സിസ്റ്റത്തിലെ ഒരു കൺസ്ട്രെയിൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ സപ്പോസ് നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ L എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ L എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ദിസ് L² ഈസ് ഈക്വൽ ടു x² പ്ലസ് z² ആണ്. കാരണം ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈ ഡിസ്റ്റൻസ് x ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് z ആണ്. സോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ L² ഈസ് ഈക്വൽ ടു x² പ്ലസ് z² ആണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തും എന്താണ്, ഒരു കൺസ്ട്രെയിൻ ആണ്. ഈ L² എന്ന് പറയുന്നത് എപ്പോഴും ദിസ് വിൽ ബി x² പ്ലസ് z² ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത് അതിനെ സംബന്ധിച്ച് മറ്റൊരു കൺസ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സപ്പോസ് നമ്മളൊരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു. ആ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക. ആ സ്പിയറിൻ്റെ സർഫസിൽ കൂടി മാത്രം മൂവ് ചെയ്യാൻ ഉള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വി ആർ കൺസിഡറിങ് എ പാർട്ടിക്കിൾ വിച്ച് ക്യാൻ മൂവ് ഓൺലി ത്രൂ ദ സർഫസ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് A. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ആ പാർട്ടിക്കിളിന് ആകെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഈ സ്പിയറിൻ്റെ സർഫസിൽ കൂടി മാത്രമാണ്. അതിനുള്ളിലേക്കോ മൂവ് ചെയ്യത്തില്ല, അതിൻ്റെ പുറത്തേക്കോ മൂവ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ആ മോഷൻ എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് മോഷനാണ്, അല്ലെങ്കിൽ അതിനൊരു കൺസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. സോ അത്തരത്തിലുള്ള ഒരു കൺസ്ട്രെയിൻ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതൊരു x² പ്ലസ് y² പ്ലസ് z² ഈസ് ഈക്വൽ ടു a² ആണ്. ഫോർ എ പാർട്ടിക്കിൾ വിച്ച് ക്യാൻ മൂവ് ഓൺലി ത്രൂ ദ സർഫസ് ഓഫ് എ സ്പിയർ ദ കൺസ്ട്രെയിൻ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് x² പ്ലസ് y² പ്ലസ് z² ഈസ് ഈക്വൽ ടു a². അതേസമയം നമ്മൾ വേറൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. ഒരു സ്പിയർ റേഡിയസ് A ഉള്ളൊരു സ്പിയർ എടുക്കുന്നു. സപ്പോസ് ഒരു പാർട്ടിക്കിളിന് സ്പിയറിൻ്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യാം, സ്പിയറിൻ്റെ ഉള്ളിൽ കൂടി മൂവ് ചെയ്യാം. പക്ഷേ ആ A റേഡിയസിന് പുറത്തേക്ക് അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ സ്പിയറിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, x² പ്ലസ് y² പ്ലസ് z² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a² എന്ന് നമുക്ക് ആ കേസിൽ എഴുതാം. ഇഫ് ദ പാർട്ടിക്കിൾ ക്യാൻ മൂവ് on the surface of the sphere as well as inside the sphere, then the corresponding constraint equation will be x² plus y² plus z² is less than or equal to a² എന്ന് പറയാം. ഇനി in Newtonian formalism all mechanical problems are treated using Newton's second law. Newton's second law എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം F ഈസ് ഈക്വൽ ടു dp/dt, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ ടേംസ് ഓഫ് r ആണെങ്കിൽ നമുക്കിവിടെ mr⋯. r⋯ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് d² r/dt². d² r/dt² ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു n ഇൻ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ഉള്ളൊരു സിസ്റ്റം ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ന്യൂട്ടൺസ് ഇക്വേഷനാണ്. ന്യൂട്ടൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതെന്താണ്, mir⋯ ഈസ് ഈക്വൽ ടു FIE പ്ലസ് സം/i നോട്ട് ഈക്വൽ ടു JFIJ. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇത് ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ്. ന്യൂട്ടൺ ഇക്വേഷൻ എന്ന് പറയുന്നത് mir⋯ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് F ഈസ് ഈക്വൽ ടു ma എന്ന് പറയുന്നത് ma ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് ഒരു ith പാർട്ടിക്കിൾ ഞാൻ എടുക്കുന്നു. ആ ith പാർട്ടിക്കിളിൻ്റെ കേസിൽ mir⋯ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളൊരു സിസ്റ്റമാണ്, കുറേയധികം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളൊരു സിസ്റ്റമാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളാണ് ഈ I എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ith പാർട്ടിക്കിൾ എടുക്കുന്നു. ആ ith പാർട്ടിക്കിളിൻ്റെ കേസിൽ mir⋯ എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി ith പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ടാവാം, ഈ ith പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, സിസ്റ്റത്തിന് പുറത്തു നിന്നും ഈ ith പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, പ്ലസ് ഇതിൽ കുറേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഈ ith പാർട്ടിക്കിളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലുള്ള എന്ത് ചെയ്യണം, എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ
സം ഓവർ ഓൾ എഫ് ഐ ജെ. ഐ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ith പാർട്ടിക്കിൾ മറ്റുള്ള പല പാർട്ടിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിളുകളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫോഴ്സുകളെല്ലാം എടുത്ത് നമ്മൾ ആഡ് ചെയ്തെടുക്കണം. സം ഓവർ എഫ് ഐ ജെ വേർ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം ആവാത്ത എല്ലാ കേസുകളും, ഈ പാർട്ടിക്കിളുകൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന എല്ലാ കേസുകളും എന്ന് വെച്ചാൽ ഈ ith പാർട്ടിക്കിൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളുകളുമായുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകളുടെ സമ്മാണ് സം ഓവർ ഐ നോട്ട് ഈക്വൽ ടു ജെ എഫ് ഐ ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു n ഇൻട്രാക്ടിങ് പാർട്ടിക്കിൾസ് വരുന്ന കേസിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തെ സോൾവ് ചെയ്യാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാവുമ്പം അതിലുള്ള അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സുകൾ മുഴുവൻ, അതായത് ഈ അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ടേമാണ്, ഈ അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സുകൾ മുഴുവൻ നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമേ ആ സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ ഓക്കെ, ഞാനിത് വായിച്ചു പോകാം. Newtonian formalism requires a complete knowledge of all the force-related external as well as internal for solving the system. The above method works well for systems in which all the forces are external. External forces മാത്രമേ ഉള്ളൂ എങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. There are several cases where the motions are restricted by many constrained forces which are normally unknown. Constrained force എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ചില സിസ്റ്റങ്ങളിലൊക്കെ ഇന്റേണൽ ഫോഴ്സുകൾ വളരെ അധികം നമ്പർ ഓഫ് ഇന്റേണൽ ഫോഴ്സുകളുള്ള സിസ്റ്റമുണ്ട്. സോ ദേ ആർ നോർമലി അൺനോൺ. The Newton's equations become incapable of solving such systems. The search for alternative methods to solve such equations resulted in Lagrangian and Hamiltonian formalism. So these formalisms involve a coordinate system independent approach which bypasses the presence of constraint, because here the equations of motion are written without any reference or coordinate system. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉള്ള അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യാതെ ഈ മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണ്. സാധാരണ ന്യൂട്ടോണിയൻ ഫോർമാലിസത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിളുകളും നമ്മളൊരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്ത് ആ കോർഡിനേറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പാർട്ടിക്കിളുകളുടെയും പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്ത് ആ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ പറ്റി സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഇൻറ്റേർണൽ ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാം. അതേസമയം ഇവിടെ അനലിറ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അതൊരു കോർഡിനേറ്റ് സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണ്. സിസ്റ്റത്തെ മുഴുവനായി കണ്ടുകൊണ്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് അല്ലെങ്കിൽ എനർജി തുടങ്ങിയ പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇവിടെ ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. Okay, so it may be noted that if the constrained forces are known, still the problem can be solved using Newton's equations. The mere presence of constraint equation does not make Newton's equations invalid. ഇതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫോഴ്സസ് ഉള്ള സിസ്റ്റങ്ങളിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒരു ഫെയിലിയർ ആണ് എന്നുള്ളതല്ല. ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ആ മെത്തേഡ് ആ സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആവും. അതിലും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അനലിറ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് അത്തരത്തിലുള്ള സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇൻ ഫിസിക്സ് നമ്മൾ ജനറലി ഓർക്കേണ്ടത്, നമുക്കൊരു മെക്കാനിക്കൽ പ്രോബ്ലം, ഒരു ഫിസിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കിട്ടിയാൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചില സമയത്ത് ഈ പറഞ്ഞ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ചില സമയങ്ങളിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസിനേക്കാൾ ഉപരി അനലിറ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഒരു പ്രോബ്ലത്തെ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്, ആ ടെക്നിക്ക് നമ്മൾ വളരെ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിലിരിക്കുന്നത്. അപ്പം ഈ കേസിൽ കുറേയധികം അൺനോൺ ആയിട്ടുള്ള ഇൻറ്റേർണൽ അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതിലും നല്ലത് അല്ലെങ്കിൽ അതിലും എളുപ്പം ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ നമ്മളൊരു വെക്ടോറിയൽ മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്, അനലിറ്റിക്കൽ മെക്കാനിക്സിന് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ അപേക്ഷിച്ചുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞത്, ഒരു വെക്ടർ ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണെന്നും ഇൻറ്റേർണൽ ഫോഴ്സുകൾ പരിഗണിക്കാതെ തന്നെ സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതൊക്കെ അനലിറ്റിക്കൽ മെക്കാനിക്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതിനുശേഷം നമ്മൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു, എന്താണ് കോൺഫിഗറേഷൻ സ്പേസ്, എന്താണ് സിസ്റ്റം പോയിൻ്റ് എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്താണ്, കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾ എന്താണ്, കൺസ്ട്രെയിൻഡ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഒരു റിജിഡ് ബോഡിയുടെ കേസ് പറഞ്ഞു, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫസ് ഓർ സർഫസ് ഓഫ് എ സ്ഫിയർ ഓർ എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫസ് ആസ് വെൽ ആസ് ഇൻസൈഡ് എ സ്ഫിയർ. ഇത്രയും കേസുകൾ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതാണ്, ന്യൂട്ടൺസ് ഇക്വേഷൻസ് അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സുകളുള്ള കേസിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്നതിലും എളുപ്പം ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.